ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മണി ടോക്കിൽ നമ്മൾ 20 ബിസിനസ് ഐഡിയകളാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന 20 ബിസിനസ് ഐഡിയകളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ബിസിനസ് ഐഡിയ ഏതാണെന്ന് നമുക്ക് നോക്കാം. യോഗ സെൻ്ററാണ്. നല്ലൊരു യോഗ സെൻറ്റർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന ഒരു ബിസിനസ് ഐഡിയയാണ് യോഗ സെൻറ്റർ. രണ്ടാമതായിട്ട് കേറ്ററിംഗ് ബിസിനസ്സാണ്. നിങ്ങൾക്ക് കേറ്ററിംഗ്, കുക്കിങ്ങിനോടൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ കേറ്ററിംഗ് സർവീസ് നിങ്ങൾക്ക് ആരംഭിച്ചുകൊണ്ട് നല്ല വരുമാനം നിങ്ങൾക്ക് നേടാം. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഐഡിയയാണ് കേറ്ററിംഗ് ബിസിനസ് സർവീസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ട്രാവൽ ഏജൻസിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആളുകളുടെ ടൂർസ് ആൻഡ് ഗൈഡുകൾ നമ്മൾ ചെയ്യുക. അവരുടെ ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ അവർക്ക് എവിടെയൊക്കെ സഞ്ചരിക്കണം അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനുകളൊക്കെ തയ്യാറാക്കി ഒരു നല്ലൊരു ട്രാവൽ ഏജൻസി ആയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ട്രാവൽ ഏജൻസി നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ട്രാവൽ ഏജൻസി ചെയ്യാം. അതുവഴി നല്ല വരുമാനം നിങ്ങൾക്ക് ഉറപ്പാക്കാം. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നാലാമത്തെ ഫാസ്റ്റ് ഫുഡ് ഷോപ്പാണ്. ഫാസ്റ്റ് ഫുഡ് ഷോപ്പ് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തട്ടുകട. നല്ല ഒരു ഫാസ്റ്റ് ഫുഡ് ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അടുത്തതായിട്ട് നമുക്ക് ചോക്ലേറ്റ് കഫേയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികമായിട്ട് കണ്ടിട്ടില്ല. സാധാരണയായിട്ട് ഇത് കണ്ടുവരുന്നത് കൂടുതലും മെട്രോ നഗരങ്ങളിലാണ് കൂടുതലായിട്ട് അങ്ങനെ ചോക്ലേറ്റ് കഫേകൾ കണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിലും തുടങ്ങാൻ സാധിക്കുന്ന നല്ലൊരു ബിസിനസ് സംരംഭമാണ് ചോക്ലേറ്റ് കഫേ. നല്ല രീതിയിൽ വരുമാനം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. അടുത്തത് ഫിറ്റ്നസ് പ്രോഗ്രാംസാണ്. നിങ്ങൾ ഫിറ്റ്നസ്സിനെ കുറിച്ച് നല്ല അറിവൊക്കെയുള്ള ആളുകളാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പ്രോഗ്രാംസ് ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കോഴ്സുകൾ നടത്തുകയോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റ്നസ് സെൻറ്ററുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റുകൾ മാത്രം. ഇപ്പം സാധാരണയായിട്ട് നിങ്ങൾ KFC ഒക്കെ കണ്ടിട്ടുണ്ടാകും. അവിടെ KFC, ചിക്കൻ അതുപോലുള്ളിടത്തൊക്കെ ഫുഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതേപോലെ നമ്മുടെ മോമോസ് മാത്രം വിൽക്കുന്ന കടകളുണ്ട്. അതുപോലെ പാനിപ്പൂരി വിൽക്കുന്ന കടകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വിഭവങ്ങൾ മാത്രം വിൽക്കുന്ന റെസ്റ്റോറൻറ്റ്, അത് അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നല്ല വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഒറ്റ വിഭവമായിട്ട് തുടങ്ങിയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ വൻ വിജയത്തിലായിട്ടുണ്ട്. കാരണം നല്ല പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക. ഏതാണ് നിങ്ങൾ കൊടുക്കുന്ന ഫുഡ് ഐറ്റം, അത് നല്ലൊരു ഫുഡ് ഐറ്റം ചൂസ് ചെയ്തിട്ട് അത് മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പായിട്ട്, റെസ്റ്റോറൻ്റായിട്ട് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ ബിസിനസ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്ത ഒരു ബിസിനസ് സംരംഭം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഹോസ്റ്റൽ സെക്യൂരിറ്റീസ് പ്രൊവൈഡേഴ്സാണ്. അതായത് നമ്മുടെ ഇൻ്റർനെറ്റുകൾ, അതുപോലെ തന്നെ വെബ്സൈറ്റുകൾ, മൊബൈൽ ആപ്ലിക്കേഷൻസ്, ഇവയിലൊക്കെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് നല്ല വരുമാനം നിങ്ങൾക്ക് ഉറപ്പാക്കാം. അതുപോലെ ഡാറ്റ ബാക്കപ്പ് ചെയ്ത് വയ്ക്കുന്ന കമ്പനികളായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. വ്യത്യസ്ത തരത്തിലുള്ള ഡാറ്റ ബാക്കപ്പുകൾ സൂക്ഷിച്ച് വയ്ക്കുന്ന തരത്തിൽ കമ്പനികൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു വരുമാനം കിട്ടുന്നതാണ് ഡാറ്റ ബാക്കപ്പ് സർവീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ CCTV സർവൈലൻസ് ക്യാമറ ബിസിനസ് എന്ന് പറയുന്നത്. ആ CCTV ബിസിനസ് വളരെയധികം ലാഭമുള്ള ബിസിനസ്സാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ സർവീസ് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് മേഖലയാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയൊരു ബിസിനസ് മേഖലയാണ് സെക്യൂരിറ്റി സർവൈലൻസ് അല്ലെങ്കിൽ ക്യാമറ സർവൈലൻസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് തുടങ്ങാൻ സാധിക്കുന്നതാണ് നല്ല ടൂറിസം ഡെസ്റ്റിനേഷനൊക്കെ ആണെങ്കിൽ അവിടെ നല്ലൊരു മസാജ് സെൻറ്റർ, അത് തുടങ്ങുകയാണെങ്കിൽ നല്ല വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോം ഇമ്പ്രൂവ്മെൻ്റ് ആൻഡ് ഹാൻഡിമാൻ സർവീസാണ്. അതായത് നമ്മുടെ വീട്ടിൽ പ്ലംബിങ്, ഇലക്ട്രിക്കൽ വർക്കുകൾ, മെയിൻ്റനൻസുകൾ, ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ്, വീട്ടിലെ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്ന സർവീസ് സെൻറ്റർ, അങ്ങനെ ഒരു സർവീസ് സെൻറ്റർ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും. നല്ല രീതിയിൽ ബിസിനസ് നിങ്ങൾക്ക് വളർത്താനായിട്ട് സാധിക്കുന്നതാണ് ഈ ഹോം ഇമ്പ്രൂവ്മെൻ്റ് ആൻഡ് ഹാൻഡിമാൻ സർവീസ് ബിസിനസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ബിസിനസ്സാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അറിവ് പകരുന്ന തരത്തിലുള്ള സെൻറ്ററുകൾ. അവർക്കിപ്പോൾ സ്കേറ്റിങ്, ഫുട്ബോൾ കോച്ചിങ്, അങ്ങനെ അല്ലെങ്കിൽ ചെസ്സ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടും അവർക്ക് ഭൗതികപരമായിട്ടും അറിവുകൾ നൽകുന്ന ഒരു സ്ഥാപനം, ഒരു സെൻറ്റർ തുടങ്ങുക എന്നുള്ളതാണ്. അവരുടെ ആക്ടിവിറ്റികൾ കൂടുതലായിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റികൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻറ്ററുകൾ തുടങ്ങുക. അങ്ങനെയുള്ള സെൻറ്ററുകൾക്ക് നല്ല വരുമാനം നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും.
അടുത്തത് നമുക്ക് ചെയ്യാവുന്ന അടുത്തൊരു ബിസിനസ് മേഖലയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ആവശ്യാനുസരണം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുകയാണെങ്കിൽ നല്ല വരുമാനം നിങ്ങൾക്ക് ലഭ്യമാകും. നല്ലൊരു ബിസിനസ് സംരംഭമാണത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയെക്കുറിച്ച് നന്നായി നല്ല അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടിങ് ഏജൻറ്റായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കൺസൾട്ടിങ് സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കൺസൾട്ടിങ് സർവീസ് ബിസിനസ് നല്ല ഒരു ബിസിനസ് സംരംഭമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി നല്ല അറിവുകളുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുണ്ടെങ്കിൽ ആ മേഖലയിലുള്ള പ്രവൃത്തി പരിചയം നിങ്ങൾക്ക് ഒരു ബിസിനസ്സാക്കി ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിൽ സാധിക്കുന്നതാണ് കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നത് സെല്ലിംഗ് കാർ, അതുപോലെ തന്നെ അതിൻ്റെ മിഷനറി സ്പെയർ പാർട്സുകളൊക്കെ നമ്മൾ വിൽക്കുന്ന ഒരു ബിസിനസ് സംരംഭം തുടങ്ങുകയാണ്. അങ്ങനത്തെ ബിസിനസ് സംരംഭങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം നിങ്ങൾക്ക് ഉറപ്പാക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കാരണം ഇതിന് ആവശ്യക്കാരേറെയാണ്. കാരണം കാറുകളൊക്കെ വിൽക്കുന്ന വഴി നിങ്ങൾക്ക് നല്ല കമ്മീഷൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പെയർ പാർട്സ് ഷോപ്പുകൾ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടുന്നതാണ്. അങ്ങനത്തെ ഒരു ബിസിനസ് സംരംഭം നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് പ്രൊഫഷണലായിട്ട് കാർ വാഷിംഗ് സെൻറ്ററുകൾ, പ്രൊഫഷണൽ കാർ വാഷിംഗ് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇത് പ്രത്യേകിച്ചും ടൗണുകളിൽ അല്ലെങ്കിൽ കൂടുതൽ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം ഉറപ്പാക്കാം. കാരണം വെച്ചാൽ ഇതിന് ലൊക്കേഷന് ഒരു പ്രധാന പ്രാധാന്യമുണ്ട്. കാരണം ഒരുപാട് ആളുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല കാറുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് പ്രൊഫഷണൽ കാർ വാഷ്, അതായത് നല്ല രീതിയിൽ തന്നെ പ്രൊഫഷണലായിട്ട് തന്നെ കാർ വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വരുമാനം അതുവഴി നിങ്ങൾക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അടുത്തത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ബിസിനസ് സംരംഭമാണ് കേബിൾ ടി വി, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡിങ്. ഇതൊക്കെ നല്ലൊരു ബിസിനസ് സംരംഭമാണ്. നിങ്ങൾ കേബിൾ ടി വി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കൂടെ കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതുവഴി നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഉറപ്പാക്കാം. ഇതെല്ലാം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ബിസിനസ് സംരംഭമാണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ബിസിനസ് സംരംഭമാണ് ഫർണിച്ചർ ബിസിനസ് എന്ന് പറയുന്നത്. നിങ്ങളൊരു കാർപ്പൻറ്ററിനെ നിങ്ങൾ വാടകയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ കാർപ്പൻറ്ററെ നിങ്ങൾ നിയമിച്ചുകൊണ്ട് ഒരു ബിസിനസ്, അതായത് ഫർണിച്ചറുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു ഷോപ്പ് നിങ്ങൾ തയ്യാറാക്കുക. ആ ഷോപ്പ് അങ്ങനെ ഫർണിച്ചറുകൾ തയ്യാറാക്കി നിങ്ങൾ വിൽപ്പന നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ലാഭം നിങ്ങൾക്ക് കിട്ടും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ബിസിനസ് സംരംഭമാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന നമ്മുടെ നാട്ടിൽ ജലത്തിൻ്റെ ലഭ്യതയും, അതുപോലെ തന്നെ ഓഫീസുകളിലൊക്കെ ക്യാൻ വാട്ടറുകൾ വരും, അല്ലെ ഗാലൻ വാട്ടറുകൾ, കുപ്പികളിലായിട്ടും ഒക്കെ വാട്ടറുകൾ വരും. അപ്പോൾ നമുക്കങ്ങനെ കുടിവെള്ളത്തിൻ്റെ വിതരണം, ശുദ്ധമായ കുടിവെള്ളം നിങ്ങൾക്ക് വിതരണം ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അവ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി, അതുപോലെ ചെറിയ ബോട്ടിലുകളിൽ, അതുപോലെ വലിയ 20 ലിറ്ററിൻ്റെ ഗാലൻ ബോട്ടിലൊക്കെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അതുവഴി നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പം ഇന്ന് ഇത്രയും ആണ് 20 ബിസിനസ് സംരംഭങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക.